വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ നടപടിയിൽ നാടകീയ രംഗങ്ങൾ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളെ തുടർന്നാണ് റോഡ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിച്ചത്. പഞ്ചായത്തിന്റെ നടപടി സംഘർഷത്തിലും തുടർന്ന് ഉപരോധത്തിലും കലാശിച്ചു. വിവിധ കോടതി ഉത്തരവുകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:00-ഓടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങിയത്. കേരളപുരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഒഴിപ്പിക്കൽ ആശുപത്രി മുക്കിൽ എത്തിയതോടെ രംഗം വഷളായി. റോഡ് കയ്യേറി മത്സ്യക്കച്ചവടം നടത്തി വന്നവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കഴിഞ്ഞയാഴ്ച കയ്യേറ്റക്കാർക്ക് മുന്നറിയിപ്പ് നോട്ടീസുകൾ നൽകുകയും 2 ദിവസങ്ങളായി വാഹനങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ഒട്ടേറെ പേർ കയ്യേറ്റങ്ങൾ സ്വയം നീക്കം ചെയ്തു. ബാക്കിയുള്ളവയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടുന്ന സംഘം ഒഴിപ്പിക്കാനെത്തിയത്. എന്നാൽ ആശുപത്രി മുക്കിലെ മത്സ്യക്കച്ചവടക്കാർ ഒഴിപ്പിക്കൽ തടഞ്ഞു. തുടർന്ന് 6:00-ഓടെ മത്സ്യവും പാത്രങ്ങളും വാഹനങ്ങളിൽ കയറ്റി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചു. ഇതിന് തൊട്ടുപിന്നാലെ മത്സ്യക്കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രവർത്തകരെത്തി പഞ്ചായത്ത് ഉപരോധിച്ചു. ഇതിനിടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും CPM പ്രവർത്തകരുമായി വാക്കേറ്റവും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉന്തും തള്ളുമായി. തുടർന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം SL സജികുമാർ പോലീസുമായി ചർച്ച നടത്തി. 2 ദിവസത്തിനകം ഉചിതമായ സ്ഥലം കണ്ടെത്തി മത്സ്യക്കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും അതുവരെ കച്ചവടം ജംഗ്ഷനിൽ ചെയ്യാൻ അനുവദിക്കണമെന്നും തീരുമാനിച്ചു. തുടർന്ന് വാഹനങ്ങൾ എത്തിച്ച് മത്സ്യവും പാത്രങ്ങളും ആശുപത്രി മുക്കിൽ തിരികെ എത്തിച്ചു. രാത്രി 8:00-ഓടെ കച്ചവടവും തുടങ്ങി. ഇതേ തുടർന്ന് ഒഴിപ്പിച്ച കയ്യേറ്റം പുനഃസ്ഥാപിക്കാൻ പോലീസ് കൂട്ടുനിന്നെന്നാരോപിച്ച് തങ്ങളുടെ അംഗങ്ങളെ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. – 9:30-ഓടെ കോൺഗ്രസ് അംഗം സവാദ്, BJP അംഗം അനിൽകുമാർ എന്നിവരെ മർദ്ദിച്ചതിനെതിരെ നൽകിയ പരാതിയിലും കോടതി ഉത്തരവുകൾ ലംഘിച്ച് കച്ചവടം ചെയ്തതിന് കച്ചവടക്കാർക്കെതിരെയും അതിന് പ്രേരിപ്പിച്ച CPM പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തതോടെ ഉപരോധം അവസാനിച്ചു. കയ്യേറ്റങ്ങൾ തടയുന്നതിന് പഞ്ചായത്തിന്റെ നടപടികൾക്ക് പോലീസ് സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് ലഭിച്ചതായി സമരക്കാർ അറിയിച്ചു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആശുപത്രി മുക്കിലെ റോഡും നടപ്പാതയും കയ്യേറി നടത്തുന്ന കച്ചവടം അവസാനിപ്പിക്കുന്നതിന് 4 വർഷം മുമ്പ് ലഭിച്ച കോടതി വിധി നടപ്പാക്കാൻ പോലീസും പഞ്ചായത്ത് അധികൃതരും ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല. കോടതി വിധികൾ നടപ്പാക്കാത്തതിന്റെ പരാതിയിൽ 12 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിഴ ലഭിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഉത്തരവ്, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇന്ന് നമ്മൾ മീൻ കുടിയേറ്റക്കാര് മീൻ ചന്ത വിൽക്കുന്നത്, റോഡ് സൈഡിൽ കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന, വഴിയോരം ഒഴിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, ഹൈവേ ഒഴിപ്പിക്കുന്ന ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് എല്ലാ പോലീസ് മറ്റുള്ള സന്നദ്ധ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടപെടുകയുണ്ടായി. പക്ഷേ തുടർന്ന് വന്നപ്പോൾ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുകയും സാധനങ്ങൾ എടുത്ത് മാറ്റുകയും ചെയ്തു. അതിന്റെ പ്രകാരം എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 6 മണിക്ക് മീൻ എടുക്കാൻ വന്ന കൂട്ടർ മീൻ എടുക്കാൻ വന്നപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച്, നമ്മുടെ ഇളമ്പള്ളൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഇവര് നമ്മൾ കൊടുക്കാൻ വരുന്ന മീനെ വേണ്ട, ഞങ്ങൾ കൊടുക്കുന്നില്ല, ഇവിടെ തന്നെ ഞങ്ങൾ ഇരുന്ന് കൊണ്ട് അത് കച്ചവടം ചെയ്തോളാം എന്ന രീതിയിൽ പറയുകയും ഞങ്ങളന്ന് പോകുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്നത് നമ്മൾ വാക്കേറ്റങ്ങൾ ചെയ്യുകയും ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും, സജീവമാർ ഉൾപ്പെടെയുള്ള കണ്ടറിയാവുന്ന ഒരുപാട് പ്രവർത്തകർ നമ്മളെ കയ്യേറ്റം ചെയ്യുക, എന്നെ പ്രസിഡന്റ് ഞങ്ങളെല്ലാവരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു ഞങ്ങള് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. നാഷണൽ ഹൈവേയിലെ ഈ മത്സ്യ കച്ചവടത്തിനെതിരെ എല്ലാ ദിവസവും പഞ്ചായത്തിൽ പരാതിയാണ്. ഓൺലൈൻ പരാതിയുണ്ട്, അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെ പരാതി, കടക്കാരുടെ പരാതി, നിരവധി പരാതികൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 3/6/2023
26 പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ 23 ജനപ്രതിനിധികളാണ് ഉള്ളത്. ആ പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികളുടെയും അഭിപ്രായത്തോടുകൂടി ഹൈക്കോടതി ഉത്തരവും പ്രകാരമാണ് നമ്മൾ ഈ നടപടിയായിട്ട് പോയത്. അതിൽ ഒരു ജനപ്രതിനിധി പോലും വിയോജനക്കുറിപ്പ് തന്നിട്ടില്ല. അപ്പൊ എല്ലാവരും കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ CIക്ക് നമ്മൾ കത്ത് കൊടുത്തു. അത് കൂടാതെ ഈ കച്ചവടം ചെയ്യുന്നവര് നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ളവരല്ലാത്തത് അവരുടെ അഡ്രസ്സ് നമുക്ക് അറിയത്തില്ല. നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫിനെ പറഞ്ഞു വിട്ട് അവരുടെ അഡ്രസ്സ് ചോദിച്ചറിഞ്ഞിട്ട് രജിസ്റ്റേർഡ് നോട്ടീസ് അവർക്ക് അയച്ചു. ആ രജിസ്റ്റേർഡ് നോട്ടീസ് ഒരു കൈപ്പറ്റി കാണും, കാരണം തിരിച്ച് വന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ 2 ദിവസം നമ്മുടെ പഞ്ചായത്ത് അതിർത്തി മൊത്തം അനൗൺസ്മെന്റ് നടത്തി. ആ അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പോലീസിന്റെ സഹായത്തോടെ കേരളപുരത്തുനിന്ന് നമ്മൾ തുടങ്ങിയതാ. പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം, അത് ന്യായമായ തീരുമാനം, നിയമപരമായ തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇതിന് നാട്ടുകാരെ കൊണ്ട് പരിഹസിക്കാൻ വേണ്ടി ഒരു പ്രശ്നം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കട്ടെ. ഇതിനല്ലെങ്കിൽ ഒരു ശാശ്വതമായ പരിഹാരം പറയട്ടെ. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ആശുപത്രി മുക്കിലെ മത്സ്യക്കച്ചവടം അവസാനിപ്പിക്കണമെന്ന് ഒട്ടേറെ പരാതികളാണ് നാട്ടുകാരും വ്യാപാരികളും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.